എൻ്റെ ഫാദർ ഒത്തിരി ജോലികൾ ചെയ്ത് അതിലെല്ലാം പരാജയപ്പെടുന്നത്, ഒരുപാട് സംരംഭങ്ങൾ ചെയ്ത് അതിലൊന്നും താൻ രക്ഷപ്പെടാതെ പോകുന്നത് കണ്ടു വളർന്ന ഒരാളാണ്. അപ്പോൾ പരാജയപ്പെടുന്ന ഒരു കാഴ്ച കണ്ട ഒരാളെന്ന നിലയിൽ ജീവിതത്തിൽ ഞങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെ അവസ്ഥയൊക്കെ പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവർ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യാത്ത വിധത്തിലുള്ള വേദനകളിലൂടെ കടന്നുപോയത്. അപ്പോൾ ഈ പരിശ്രമത്തിന്റെ കൂടുതൽ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയാതെ പോയപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ദൈവമക്കളാണ്. എന്നിട്ട് പോലും ദൈവസന്നിധിയിൽ നിലവിളിച്ചു, ഒരുപാട് പേരോട് നമ്മൾ കൺസൾട്ട് ചെയ്ത് ചോദിച്ചു, പക്ഷേ ആർക്കും വ്യക്തമായൊരു ഉത്തരം തരാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു ദിവസം ദൈവനോട് സംസാരിച്ചു. അത് വ്യക്തമായൊരു ഡയറക്ഷൻ ആയിരുന്നു എനിക്ക് കിട്ടിയത്. നീ പരിശ്രമിച്ചിട്ടും രക്ഷപ്പെടുന്നില്ല എങ്കിൽ നീ ഇപ്പോൾ കിടന്ന് പരിശ്രമിക്കുന്ന നിന്റെ ആ ദിശ, ആ ഡയറക്ഷൻ തെറ്റാണ്, റോങ് ആയ സ്ഥലത്താണ് നീ നിൽക്കുന്നത്. തിരിച്ചു വരണം. എന്റെ ദിശ എവിടെയോ മാറിയിട്ടുണ്ട്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇങ്ങനെ പറയുന്നു, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, എന്നാൽ അടുത്ത വാക്ക് കേൾക്കണമേ, അതിന്റെ അവസാനമോ മരണ വഴികൾ അത്രേ. അതിന്റെ എൻഡ് ഒട്ടും നല്ലതല്ല. അതിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് പ്രതീക്ഷിച്ചൊരു റിസൾട്ട് ആയിരിക്കത്തില്ല കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് ശ്രമമുണ്ടാകാം, വളരെ നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടാകാം, മറ്റുള്ളവർ നോക്കുമ്പോൾ അവരെക്കാൾ കൂടുതൽ നമ്മൾ വിയർത്തു പണിയെടുക്കുന്നുണ്ടാകാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരിശ്രമമല്ല ഇന്ന് പകൽ പ്രധാനപ്പെട്ട കാര്യം, ദിശയാണ് പ്രധാനപ്പെട്ട കാര്യം. ദിശ തെറ്റിയാൽ നമ്മൾക്ക് ദൈവം ഉദ്ദേശിക്കുന്ന പോയിന്റിലേക്ക് എത്തിപ്പെടാൻ കഴിയാതെ വരും. മറ്റു പലരും പറയുന്ന അഭിപ്രായങ്ങൾ കേട്ട്, അല്ലെങ്കിൽ പൊതുസമൂഹം പറയുന്ന ചില കാര്യങ്ങൾ കേട്ടിട്ട് അതാണ് ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന നിലയിൽ സമൂഹത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി തന്റെ തന്നെ വ്യക്തിത്വത്തോട് ദോഷം ചെയ്ത് സ്വന്തം ആത്മാഭിമാനത്തെ മാനിക്കാതെ, സ്വന്തം ചിന്തകളെയോ തീരുമാനങ്ങളെയോ മുഖവിലക്കെടുക്കാതെ, ഒട്ടും ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മറ്റിടങ്ങളിൽ പോയി ഇങ്ങനെ വല്ലവരുമൊക്കെ പറയുന്നതിനനുസൃതമായിട്ട് ജീവിച്ചു പോകുന്നവർ. ദൈവം നിങ്ങളോട് വ്യക്തമായി പറയാത്ത ഒരു ദൗത്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങരുത്. അത് നിങ്ങൾക്ക് പരാജയമായിരിക്കും കൊണ്ടുവരുന്നത്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വ്യക്തിഗത ബോധ്യത്തിൽ ഈ ഒരു വ്യക്തമായിരിക്കുന്ന പ്ലാനിങ്ങോടുകൂടി അല്ലാതെ ഒരു കാര്യത്തിലേക്കും ചലിക്കരുത്.